നമ്മൾ നേരത്തെ റീലിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇന്റർനാഷണൽ ഡ്രൈവേഴ്സ് ആണെന്ന് പറഞ്ഞ് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പോളിൽ ഏറ്റവും മെയിൻ ക്വസ്റ്റ്യൻസ് വന്നത് ലാംഗ്വേജ് ബാരിയർ ഉണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് അവർക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വല്ല പുലിവാല് പിടിച്ച വല്ല പാസഞ്ചേഴ്സിനോ അങ്ങനെ വല്ല ഹാൻഡിൽ ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? ഈ ലാംഗ്വേജ് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നാറുണ്ട്? ബിക്കോസ് നിങ്ങൾ ഇന്റർനാഷണൽ ഡ്രൈവേഴ്സ് അല്ലേ. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് പറയൂ. നമുക്ക് പുലിവാല് വന്നിട്ട് ഇഷ്ടംപോലെ വരാറുണ്ട്. ഒന്നാമത്തെ ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കുന്ന റോഡിൽ ആക്സിഡന്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിലേ ആയിട്ടായിരിക്കും വരിക. അതിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പാസഞ്ചേഴ്സ് അവരുടെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുട്ടികളെയും കൊണ്ട് വരുന്ന കുറച്ച് ട്രാവലേഴ്സ് ഉണ്ട്. അവര് 3 വയസ്സിന്റെ താഴേക്കുള്ളവരാണെങ്കിൽ അവർ മസ്റ്റ് ആയിട്ടും അവർ ക്യാരി ചെയ്യേണ്ട ഒരു സീറ്റ് ഉണ്ട്. അങ്ങനെ ചില സമയത്ത് അവരൊന്നും എടുക്കാറില്ല. മദ്യപിച്ചിട്ട് വരാറുണ്ട്. ഒരുപാട് പ്രശ്നസ് ഉണ്ട്. സ്മോക്കിങ് നമ്മൾ പോകുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കും അവര് എറിയും, എനിക്ക് ഇടയ്ക്ക് വലിക്കണം നിർത്തിത്താന്നൊക്കെ പറയാറുണ്ട്. അന്നേരം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകും. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതൊന്നും ഇതിന്റെ ഉള്ളിൽ വേറെ ആരും അറിയുന്നില്ല. അതും നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്ത് എല്ലാം മുമ്പോട്ട് പോകും. പോലീസിനെ വരെ വിളിക്കേണ്ട വല്ല സാഹചര്യം അങ്ങനെ വന്നിട്ടുണ്ട്. പാസഞ്ചേഴ്സ് തമ്മിൽ അവരെ ചെറിയ ഫൈറ്റ് ഒക്കെ അതിന്റെ പേരിൽ പോലീസ് വന്ന് പോലീസിനെ വിളിച്ച് അവർ വന്ന് മാനേജ് ചെയ്ത് ഞങ്ങൾ പോയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബേസിക്കലി എല്ലാവരും പേടി എന്ന് പറഞ്ഞപ്പോൾ ഇന്റർനാഷണൽ ഡ്രൈവേഴ്സ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം യൂറോപ്പിൽ പല കൺട്രിയിലും പല ലാംഗ്വേജ് ആണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പോലീസിനെ വിളിക്കുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണോ? നിങ്ങൾക്ക് വേറെ വല്ല തടസ്സങ്ങളും അതിൽ വരാറുണ്ടോ? മാക്സിമം നമ്മള് സംസാരിക്കുന്ന ഇംഗ്ലീഷിലാണ്. ഇപ്പൊ അതുപോലെ അവർക്ക് പറ്റില്ല നമ്മൾ നേരെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവർ മുഖാന്തരം നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാറുണ്ട്.